الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. അള്ളാന്റെ മേൽ അവർ തവക്കുലാക്കും. ഹഖ തവക്കുൽ വേണ്ടതുപോലെയുള്ള തവക്കുലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗം ചിന്തയില്ല. സഹോദരങ്ങളെ സഹോദരങ്ങളെ ഗൗരവത്തിനൊന്ന് ചിന്തിക്കണേ. അങ്ങനെ സ്വർഗത്തെ സംബന്ധിച്ച് അതിയായ ആഗ്രഹമുള്ള സഹോദരങ്ങൾ ഇത് ശ്രദ്ധിച്ചെങ്കില് നാലാമത്തെ വിഭാഗത്തിന്റെ ക്വാളിറ്റി മനസ്സിലാകൂ. ആത്മാവിന്റെ പരമാനന്ദം കണ്ടെത്തുന്ന നാലാമത്തെ ആളുകളെ കുറിച്ച് മനസ്സിലാകണമെങ്കിൽ ഈ മൂന്നാമത്തെ ടീമിനെ നമ്മൾ ശരിക്ക് ശ്രദ്ധിച്ചെങ്കിലേ മനസ്സിലാകൂ. മൂന്നാമത്തെ വിഭാഗത്തിന്റെ പ്രത്യേകത എന്താ? അല്ലാഹുവിനെ പേടിയുള്ളവരാ. ഒരു വഖത്ത് നിസ്കാരം ഖളായി പോയാൽ ഹൃദയം വേദനിക്കുന്നവരാ. സമയം കഴിഞ്ഞു പോയോ വല്ലാതെ എന്തോ ഒന്ന് നഷ്ടപ്പെട്ടു പോയതുപോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശരീരത്തിൽ വല്ലാത്ത ബേജാറുള്ളവരാ, മനസ്സിൽ വല്ലാത്ത ബേജാറുള്ളവരാ. അവരല്ലാതെ സ്വർഗം ആഗ്രഹിക്കുന്നവരാ, നരകത്തെത്തൊട്ട് ഭയപ്പെടുന്നവരാ, പടച്ചവനെ കുറിച്ച് അവർ ചിന്തിക്കുന്നവരാ, അല്ലാഹുവിന്റെ ഹബീബിനെ മഹബ്ബത്ത് വെക്കുന്നവരാ. അവരിലെങ്കിലും അള്ളാഹു നമ്മെ പെടുത്തി തെരുമാറാകട്ടെ. ഉറച്ചാമീൻ പറയും, അവരിലെങ്കിലും അള്ളാഹു നമ്മെ പെടുത്തി തെരുമാറാകട്ടെ. ഞാൻ അവരിലെങ്കിലും എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു ചോദ്യചിഹ്നമുണ്ട്. എന്താ അവരിലെങ്കിലും എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ അതില് വലിയ ടീമുണ്ടോ? അവരിലെങ്കിലും ഇതല്ലേ സ്വർഗത്തെ ആഗ്രഹിക്കുക, നരകത്തെ ഭയപ്പെടുക, അള്ളാഹിനെ തവക്കുലാക്കുക, നല്ല റാഹത്തായിട്ട് ഒരു മുത്തഖിയായിട്ട് ജീവിക്കുക. അതല്ലേ വേണ്ട ഉസ്താദ്. ഇനിയിപ്പോ അവരിലെങ്കിലും എന്ന് പറയുന്നത് അതിനേക്കാളും വലിയ ടീമുണ്ടോ? ഉണ്ട് സഹോദരങ്ങളെ, ഉണ്ട് മറന്നു പോകണ്ട. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കലേ. മൂന്നാമത്തെ വിഭാഗം പറഞ്ഞു, അല്ലാഹു അവരിലെങ്കിലും നമ്മെ പെടുത്തി തരുമാറാകട്ടെ. നമ്മുടെ ഈമാൻ അല്ലാഹു സലാമത്താക്കുമാറാകട്ടെ. നാലാമത്തെ വിഭാഗം ഏതാണെന്നറിയുവോ? അവർക്ക് സ്വർഗത്തെ സംബന്ധിച്ചുള്ള ആഗ്രഹമില്ല. ശരിക്കും മനസ്സിലാക്കണം. തെറ്റിദ്ധരിച്ചു പോകരുത്, സംശയം വന്നു പോകരുത്. ശ്രദ്ധിച്ചവർക്ക് പൂർണ്ണമായിട്ടും തിരിയും അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അവർക്ക് സ്വർഗത്തെ സംബന്ധിച്ചവർക്ക് ആഗ്രഹമില്ല, നരകത്തെ സംബന്ധിച്ച് ഭയവുമില്ല. സ്വർഗത്തെ സംബന്ധിച്ച് ആഗ്രഹമില്ല, നരകത്തെ സംബന്ധിച്ച് ഭയമില്ല. ആദ്യം പറഞ്ഞ ഹതഭാഗ്യരുടെ വിഭാഗമല്ല. ആദ്യം നമ്മൾ പറഞ്ഞ പടച്ചവരുമായിട്ടൊരു ബന്ധമില്ലാത്തവർക്കും ഉണ്ടാകുന്ന ഒരു രീതിയിൽ സ്വർഗത്തെ ആഗ്രഹമില്ല, നരകത്തെ പേടിയില്ല. ആ രീതിയല്ല ചിന്തിക്കണം, വേർതിരിച്ച് മനസ്സിലാക്കണം. നാലാമത്തെ വിഭാഗം ഏതാണെന്നറിയുമോ? സ്വർഗത്തെ സംബന്ധിച്ചവർക്ക് ആഗ്രഹമില്ലോ, കൊതിയില്ലല്ലോ. നരകത്തെ സംബന്ധിച്ചവർക്ക് യാതൊരു പേടിയും ബേജാറുമില്ല. അവരുടെ ചിന്ത എന്താണെന്നറിഞ്ഞു, അത് രണ്ടും അല്ലാഹുവിന്റെ സൃഷ്ടിയാണല്ലോ. സ്വർഗവും അല്ലാഹുവിന്റെ സൃഷ്ടിയാണല്ലോ, നരകവും അല്ലാഹുവിന്റെ സൃഷ്ടിയാണല്ലോ. സൃഷ്ടാവിനെ മതിയല്ലോ. സൃഷ്ടിക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങളെ പാടുപെടുന്നത്, സൃഷ്ടാവിന് വേണ്ടിയിട്ടാ. അതുകൊണ്ട് അല്ലാഹുവിനെ പ്രാപിക്കുന്നവർ, അല്ലാഹുവിലേനം പ്രാപിക്കുന്നവർ, അനാനിയത്തിനെ ഞാൻ എന്ന പടച്ചവരിലും ലയിച്ചുകൊണ്ട് പോകുന്നവർ ചിന്തയുണ്ടെന്ന്. വാസ്തവത്തിൽ അവർക്ക് സ്വർഗത്തിന്റെ ഉന്നതമായ സ്ഥാനത്തവർ വിരാജിക്കുന്നവരാ. അവിടെ അല്ലാഹുവിന്റെ ലിഖാഅ് കാണാൻ ഭാഗ്യം കിട്ടുന്നവരാ. അല്ലാഹുവിന്റെ ഹബീബാന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി അവർ സമ്പർക്കം പുലർത്തുന്നവരാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരുടെ ചിന്തയാണ്, അവരുടെ ലക്ഷ്യമല്ലയാ, അവരുടെ ചിന്ത അല്ലയാ, അവരുടെ എല്ലാം
വല്ലാത്തൊരു ചിന്ത അവർക്കില്ല. മരിച്ചവരെ ബറക്കത്ത് കൊണ്ട് അവര് നിർവൃതി കൊണ്ട് പൂർണ്ണമായ ആനന്ദമുണ്ടല്ലോ, അതിന്റെ ആനന്ദമുണ്ടല്ലോ. നൽകണമല്ല, അത് ഞങ്ങൾക്കും നൽകണേ റബ്ബേ. അല്ലാഹുവിന്റെ ഖുർആൻ എന്താ പറഞ്ഞത്? നിക്കാഹ് വധിക്കുന്നവരെ ആണ് അവരുടെ ആഗ്രഹം. സ്വർഗം അവർക്കൊരു വിഷയമല്ല, നരകവും ഒരു വിഷയമല്ല. ഈമാനിന്റെ കൂടുതലാണ് അവർക്ക് ആഗ്രഹം. എന്താ? അള്ളാഹുവിനെ കാണണം. ആരെ?